ചൊന്നാലുവ ആരെയും ചെമ്പൻ കണ്ടൻ ചെറുകാലൻ പോത്തിനെ അച്ഛപരമേശ്വര ഭഗവാനെ നിങ്ങളായിരിക്കുന്നുവ എനിക്കായിരിക്കുന്നല്ലോ എന്റെ അച്ഛ വീർവാഹനങ്ങളൊക്കെ തോറ്റി തരികേണമെന്നും ഇവിടെ പറയുമ്പുവ പൊന്നുണ്ണി വിഷ്ണുമായൊക്കെയായിരിക്കുന്നല്ലോ ഒന്നല്ലേ നല്ല ആരെയും ചെമ്പൻ കണ്ടൻ ചെറുകാലൻ പോത്തിനെ തോറ്റി കൊടുക്കുന്നു ഒരു നേരത്തായിരിക്കുന്നു പൊന്നുണ്ണി വിഷ്ണുമായ പോത്തിന്റെ പുറത്തേക്ക് ചാടിക്കര കൊണ്ടുപോവാ ആ ചെന്മരമേശ്വരന്റെ തിരി മുമ്പ് വഴി ചെല്ലുമ്പോ പൊന്നാരം കരിയും കുട്ടിക്കായിരിക്കുന്നല്ലോ വെള്ളരി കരിയുന്നല്ലോ വെള്ളക്കാളവുമനത്തെ ആയിരിക്കുന്നു തോറ്റി കൊടുത്ത് കാണുമ്പോ ആ നേരത്തായിരിക്കുന്നു ഇരുവരെ മക്കളവരായിരിക്കുന്നു അച്ഛൻ പരമേശ്വര ഭഗവാന്റെ കയ്യിൽ നിന്ന് ആയുധങ്ങളൊക്കെ തോറ്റി വാങ്ങുന്നല്ലോ പാർവതി മാതാവിന്റെ കയ്യിൽ നിന്നായിരിക്കുന്നു പൊന്നുണ്ണി വിഷ്ണുമായൊക്കെയായിരിക്കുന്നല്ലോ കാലിലെ കുറുപടികളൊക്കെ തോറ്റി കൊടുത്ത് കാണുന്ന നേരത്ത് അവരായിരിക്കുന്നല്ലോ പുഞ്ചവൈരിപ്പാടങ്ങളെ തേക്കും തെളി കഴിക്കാൻ പൊന്നുണ്ണിമായോ പടുതല പാടങ്ങളെ തേക്കും തെളി കഴിക്കുവാനായിട്ട് പൊന്നാരും കരിക്കുട്ടിയും കൂടി എങ്ങനെ അവര് വഴിയാതിരെ വഴി പോകുന്നപ്പോ കുട്ടി ആര്യം ചെമ്പൻ കണ്ടൻ ചെറുവള്ളി പോത്തിന്റെ പുറം കയറുന്നു പൊന്നുണ്ണി വിഷമായ ഓടി ഓടി വഴിയാറ് വഴി പോകുന്നു കാലരാമുക്കാലം വരം ചെല്ലുമ്പോൾ ഭൂമി മലയാളത്തോടെ കീഴടങ്ങുന്നു കുഞ്ചനെല്ലൂർ വട്ടേരി തമ്പുരാന്റെ പേരില്ലത്ത് ചെല്ലുന്നു പുറംതളത്തിൽ നിന്നു അകന്തളത്തിലോളം തിരിഞ്ഞും മറഞ്ഞും നോക്കുന്നു ഒരു നേരത്ത് പണ്ടേക്കുമുള്ള നാലവർത്തേട്ടന്മാരുടെ ഇരിപ്പും പദവിയും കാണുന്നു ഞാനിവിടെ വന്നത്. നാലവർത്തേട്ടന്മാരവരാരും അറിയില്ല, വിളിച്ചറിയിച്ചാലോ എന്നുടെ ശക്തി ബുദ്ധി വിലക്കെടുത്ത് നാലവർത്തേട്ടന്മാര് അവരാരും അറിയില്ല, വിളിക്കാതെ കണ്ട് തന്നെ എന്നുടെ ശക്തി ബുദ്ധി വിലക്കെടുത്ത് നാലവർത്തേട്ടന്മാരെ അറിയിച്ച മതിയായുള്ളൂ. ിരിക്കുന്നല്ലോ പൊന്നുണ്ണി വിഷ്ണുമായ അണക്കാതുണ്ടിലായിരിക്കുന്നു കാലിലെ കൊടുക്കയില് തീഹോതി പിരിവാക്കുന്നല്ലോ. നാലവർ ചേട്ടന്മാരുടെ സമനട കൂട്ടത്തിലേക്ക് തീ കുടിക്കാൻ വലിച്ചെറിയുന്ന ഒരു നേരത്ത് അനേരത്തിങ്കലായിരിക്കുന്നല്ലോ. അവരുടുത്തത് മേലും പുതച്ച കമ്പിടി മേലുവ പന്നത്താടി മേലൊക്കെ തീപിടിപെട്ട് കാണുമ്പോ അന്നേരത്തിങ്കലായിരിക്കുന്നു. ചേട്ടന്മാര് ചോദിച്ചു കാണുന്നല്ലോ, ഇതാരുടെ മായമാണ്, ഒളിമായം ചതിമായങ്ങള്.